ஆரம்பிக்கலாங்களா? ലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ആരുടെയെങ്കിലും ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ് പറഞ്ഞു തരുന്നത്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. പ്രീസെറ്റായിട്ട് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ആസ്പെക്ട് റേഷ്യോ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ 9.16 ആസ്പെക്ട് റേഷ്യോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. റെസൊല്യൂഷൻ ഫുൾ HD ആയി കൊടുക്കുക. ഫ്രെയിം റേറ്റും കൊടുത്തിട്ട് ബ്ലാക്ക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഔട്ട്പുട്ടിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഔട്ട്പുട്ട് ആഡ് ചെയ്ത ശേഷം എക്സ്ട്രാക്ട് ഓഡിയോ ക്ലിക്ക് ചെയ്യാനകത്ത് വീഡിയോ ഓഡിയോ ഡാറ്റ ലഭിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം ആഡ് ചെയ്ത ശേഷം എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മാപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് ഇന്ത്യയുടെ മാപ്പ് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ വലിപ്പം കൂട്ടിയിട്ട് ടോപ്പിലായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവച്ച ശേഷം നമുക്ക് അത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. അത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിനി അടുത്തായിട്ട് നമുക്ക് ആരുടെ ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 5 സെക്കൻഡ് എത്തിയ ശേഷം നമ്മൾ മമ്മൂട്ടിയുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള വീഡിയോയുടെ എൻഡിൽ പറഞ്ഞു തരുന്നതാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കറക്റ്റായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സൈഡിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക. വീഡിയോയുടെ എൻഡ് വരെ ഈ ഫോട്ടോയുടെ ലിങ്ക് എത്തിക്കുക. അടുത്തായിട്ട് നമുക്കിനി അടുത്ത ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള PNG ആയിട്ടുള്ള ടെക്സ്റ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ കുറച്ചുകൂടി മാറ്റിയിട്ട് 9 സെക്കൻഡ് 28 മില്ലി സെക്കൻഡിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ഇമേജും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത് താഴെ ഡ്രാഗ് ചെയ്യുക. മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം സൂം ഔട്ട് ആക്കി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് താഴെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. എല്ലാ ഇമേജിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം മാപ്പിൻ്റെ കൊടുക്കുന്നു, അതിനുശേഷം മമ്മൂട്ടി കൊടുത്തു, അതിനുശേഷം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള ടെക്സ്റ്റ് നമ്മളിങ്ങനെ 3 ലെയറായിട്ട് കൊടുത്തു. അതിനുശേഷം വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമുക്കിനി കളറായിട്ടുള്ള ഒരു ലൈറ്റ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മൾ ആ കളറിൻ്റെ ലൈറ്റ് എഫക്റ്റ് കൊടുത്ത ശേഷം നമുക്ക് ഈ കളർ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വേറെ കളർ വേണമെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് ഉണ്ട് താഴെ കാണുന്ന എഫക്റ്റ് എടുക്കുക. ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് HUE എന്ന് കൊടുക്കുക. HUE കൊടുക്കുന്നത് HUE ഷിഫ്റ്റ് കാണുന്നത് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് കൊടുക്കുക. അതിൻ്റെ സ്ട്രെങ്ത് അതിൻ്റെ ഷിഫ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ട റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ആവശ്യമുള്ള കളർ എത്തുമ്പം നിർത്തുക. അതിനുശേഷം അത് വീഡിയോയുടെ എൻഡ് വരെയും അതിൻ്റെ ലെങ്ത് എത്തിച്ച ശേഷം അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ കൊണ്ടുവെക്കുക. അതായത് ജസ്റ്റ് ആ സോങ്ങിൻ്റെ താഴെയായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത ശേഷം താഴെ കൊണ്ടുവെക്കുക. അതിനുശേഷം ആ ലൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത് വലിപ്പം കൂട്ടിയിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ ഫസ്റ്റത്തെ ഓപ്ഷനും മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂമിനാക്കി കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിനി എഫക്റ്റുകളൊക്കെ കൊടുക്കാം. അതിനായിട്ട് വീഡിയോയുടെ ആദ്യം വരിക. ആദ്യം വന്നിട്ട് നമുക്ക് ആ മാപ്പിനാണ് ആദ്യം എഫക്റ്റ് കൊടുക്കുന്നത്. മാപ്പ് സെലക്ട് ചെയ്യുക. മാപ്പ് സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുക. ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ബ്രൈറ്റ് സെലക്ട് ചെയ്യുക. ബ്രൈറ്റ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിനുശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ -100 തന്നെ ആയിരിക്കണം. -100 തന്നെ കണ്ടല്ലോ. ആദ്യം കൊടുത്ത കീയുടെ വാല്യൂ -100. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം നമ്മൾ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തരുതും. ഒരു 3 സെക്കൻഡ് എത്തിയ ശേഷം അതിൻ്റെ വാല്യൂ 0 ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് 0+0 ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ എഫക്റ്റ് കോപ്പി എടുക്കുക. ഒറ്റ എഫക്റ്റുള്ള എഫക്റ്റ് ഇങ്ങനെ കോപ്പി എടുത്ത ശേഷം നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതിനും ആ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. കണ്ടല്ലോ. ഇപ്പം നമുക്ക് ആദ്യം തന്നെ ബ്ലാക്കിൽ നിന്ന് തെളിഞ്ഞ് വരുന്ന ഒരു ഫീല് അവിടെ ലഭിക്കുന്നതാണ്. കണ്ടല്ലോ.
ഇനി നമുക്ക് അടുത്തായിട്ട് മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് അടുത്തായിട്ട് കാണുന്നത്. മമ്മൂട്ടിയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് ടൈപ്പ് കൊടുക്കുക. വൈപ്പ് WIP എന്ന് കൊടുക്കുക. വൈപ്പ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എൻഡ് സെലക്ട് ചെയ്യുക. എൻഡ് സെലക്ട് ചെയ്ത ശേഷം കുറയ്ക്കുക. അതിൻ്റെ വാല്യൂ ഏകദേശം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വൈപ്പ് എഫക്റ്റ് കയറി വരുന്ന കാണുന്നുണ്ടല്ലോ, അത് കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരു 56.5 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആംഗിൾ 90 ഡിഗ്രി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. 90 ഡിഗ്രിയും കൊടുത്ത ശേഷം അതിൻ്റെ താഴെ കാണുന്ന ഫെദർ സെലക്ട് ചെയ്യുക. ഫെദർ സെലക്ട് ചെയ്ത ശേഷം മാക്സിമം ഫെദറാക്കി കൂട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കാൻ നമുക്ക് ഫെദർ എഫക്റ്റ് താഴെ കാണാൻ സാധിക്കും. കണ്ടല്ലോ, ഇത്രയും മാത്രം 50 ആക്കി കൊടുക്കുന്നുണ്ട്. ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് ഈ വാല്യൂ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. അടുത്തായിട്ട് നമുക്കിനി ഒരു എഫക്റ്റ്, വൈപ്പ് എഫക്റ്റ് വീണ്ടും നമ്മൾ ആ ഫോട്ടോയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വൈപ്പ് എന്ന് കൊടുക്കുക. വൈപ്പ് എന്ന് കൊടുത്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് കൊടുക്കുക. ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് എൻഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വൈപ്പ് എഫക്റ്റ് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. ഫോട്ടോ ഒന്നും കാണാൻ മേലാത്ത രീതി ഫുള്ളായിട്ട് വെക്കുക. കറക്റ്റായിട്ട് ഒന്നും കാണാൻ മേലാത്ത രീതി വെക്കുക. ആംഗിൾ കുറച്ചൊരു 30 ആക്കി കൊടുക്കുക. ഒരു 30 32 ആക്കി കൊടുക്കുക. ഒരു കോർണർ, അതായത് ഒരു 45 ഡിഗ്രി ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് ഫോട്ടോ ഒന്നും കാണാൻ മേലാത്ത രീതി കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മൾ അതിനൊരു ഫോട്ടോയുടെ ആദ്യമേ ഒരു കീ കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം, അതായത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തരുത്, ഫോട്ടോ ഫുള്ളായിട്ട് കാണാവുന്ന രീതി കറക്റ്റായിട്ട് എൻഡിലെ വാല്യൂ കൂട്ടി കൊടുക്കുക. ഒരു 100 ആക്കി കൊടുത്താൽ മതി. ഫോട്ടോ കാണുന്ന രീതി കറക്റ്റായിട്ട് വെക്കുക. വെച്ച ശേഷം ഇതിൽ നമ്മൾ ഫെദർ സെലക്ട് ചെയ്യുന്നത് കുറച്ച് ഫെദർ കൂട്ടി കൊടുക്കുക. ഒരു 17, 18, 20 ആക്കി കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഫോട്ടോ റിവീലാകുന്ന എഫക്റ്റിൽ അവിടെ ലഭിക്കുന്നതാണ്. കണ്ടല്ലോ, ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കൊടുത്തിരിക്കുന്ന ഇമേജിന് എഫക്റ്റ് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ മമ്മൂട്ടിയുടെ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ഒരു വൈപ്പ് എഫക്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ആ ഏത് എഫക്റ്റ് വന്നാൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന എഫക്റ്റ്, അതായത് ഫോട്ടോ റിവീലാകുന്ന എഫക്റ്റ്, വൈപ്പ് എഫക്റ്റ്. കണ്ടല്ലോ, അതിങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കിയപ്പോൾ ചെയ്ത് നോക്കുക അത് തന്നെയാണോ എന്ന്. അതിനുശേഷം അത് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം നമ്മൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതിയിരിക്കുന്ന ആ ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടുത്തായിട്ട് നമുക്കൊരു എഫക്റ്റ് കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള ഇമേജിൻ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്ലോ സ്കാൻ എന്ന് പറയുന്ന എഫക്റ്റാണ്. അതിനായിട്ട് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്ലോ സ്കാൻ എന്ന് കൊടുക്കുക. GL എന്ന് കൊടുത്താൽ മതി. ഗ്ലോ സ്കാൻ സെക്കൻഡ് കാണുന്നത് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അത് കുറച്ച് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു 12 സെക്കൻഡ് ആകുന്ന നേരത്ത് ത്രെഷോൾഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 1.00 സെലക്ട് ചെയ്തിട്ട് ഒരു കീ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ 0.00 തന്നെ കൊടുക്കുക. അപ്പോൾ ഉണ്ടോ, ഒരു ഗ്ലോ സ്കാൻ എഫക്റ്റ് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത്രയും കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോട്ടോയുടെ എഫക്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം സ്മോക്കി ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് റൈറ്റ് സൈഡ് കൂടുതലുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ താഴെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. കൊണ്ടുവച്ച ശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ ശബ്ദം മ്യൂട്ടാക്കി തന്നെ കൊടുക്കുക. അതിൻ്റെ ശബ്ദമുണ്ട്, അതൊന്ന് മ്യൂട്ടാക്കി കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെല്ലുക. ലൈറ്റ് എന്ന ഓപ്ഷനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക. ഉണ്ടല്ലോ, അതിനുശേഷം നമുക്ക് ഇലക വീഴുന്ന ഒരു ടെംപ്ലേറ്റ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് വീഡിയോ ആദ്യം വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ്സിൻ്റെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പനൻസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം എക്സസൈഡ് നമ്മൾ സോങ് കഴിച്ച് എക്സൈഡ് നിൽക്കുന്ന ഭാഗം റൈറ്റ് സൈഡ് ഇതും കട്ട് ചെയ്ത് കളയുക. അതിന് എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്റ്റ് എടുക്കുക. ആ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമ കീന്ന് ടൈപ്പ് കൊടുക്കുക. CHRO എന്ന് കൊടുക്കുക. ക്രോമ കീ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് കൊടുക്കുക. അതിനകത്ത് കീ കളർ ഗ്രീൻ ആയിരിക്കും കിടക്കുന്നത്. വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്ത് ഒന്നുകൂടി ഗ്രീൻ കളർ കൊടുക്കുക. അതിനുശേഷം ത്രെഷോൾഡ് എന്ന് ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 1000 ആയി കിടക്കുന്ന ഒരു 4000 ആക്കി കൊടുക്കുക. ഇത്രയും കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. കണ്ടല്ലോ, നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷ്വൽസ് വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ശേഷം ഞാൻ ഇനി പറയുന്നത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളയാവുന്നതാണ്. അതിനു മുമ്പായിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് സൂട്ടബിൾ ആകുന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം. താഴെ ഗാലറി കിടക്കുന്ന ഫോട്ടോ കാണാൻ സാധിക്കും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്ന
കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നത് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത്. അത് മുഴുവനായിട്ട് PNG ആക്കാനായിട്ട് എറൈസ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ PNG ആയിട്ട് ലഭിക്കുന്നുള്ളൂ. അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഗാലറി കൊടുക്കുന്നത് ഫോട്ടോ സേവ് ആകുന്നതാണ്. താങ്ക് യു ഓൾ.